ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാത്തിരുന്ന ഒരാൾ വീട്ടിൽ വന്നൊരു ദിവസമായിരുന്നേ. അപ്പം ഞങ്ങൾ ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോന്നു. അപ്പം അവൾ സ്ക്രീനെ നോക്കി നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ ബുൾഗാരിക്കാരിയാണ്, മറ്റേ ആൾ സോണിയ മലയാളിയാണ്. അപ്പം ഞാനും ആ ബുൾഗാരി എന്ന് പറഞ്ഞാൽ നുഷ്ക എന്നാണ് അവളുടെ പേര്. അപ്പം ഞങ്ങൾ 5 വർഷം ഒന്നിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു നല്ല കൂട്ടായിരുന്നു കേട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ് ആൾക്ക് ഇവിടെ അങ്ങനെ പാർഷ്യാലിറ്റി കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കങ്ങനെ ഒരു വേർതിരിവ് തോന്നത്തില്ല. അവൾ നല്ല എന്താ പറയുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും. കാരണം അവൾ പണ്ടേ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ബെൽജിയത്തിൽ വന്നതാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതലൊക്കെ ബെൽജിയത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പം ഡ്രസ്സിൻ്റെ കാര്യം എന്താ പറഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞു അവൾക്ക് സാരി ഉടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ സാരി ഉടുത്താക്കാന്ന് ഓർത്ത് നമ്മൾ റെഡിയാണല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര നന്നായിട്ടൊന്നും സാരി ഉടുപ്പിക്കാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഉടുപ്പിച്ചു എന്ന് വേണം പറയാം. എൻ്റെ കയ്യിലിരുന്ന സാരിയിൽ അവൾ തന്നെ സെലക്ട് ചെയ്ത ഒരു സാരിയായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും വണ്ണമുള്ളവരായതുകൊണ്ട് തന്നെ ബ്ലൗസിനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാലയും കമ്മലും ഒക്കെ ഇടിയിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊട്ടൊക്കെ തൊടാനും എല്ലാത്തിനും കേട്ടോ. നമ്മുടെ ട്രഡീഷനും നമ്മുടെ ഫുഡും കൾച്ചറും എല്ലാം ആൾക്ക് ഇഷ്ടമാണ്. അപ്പം കുറേ നാളായി നമ്മൾ വരണമെന്ന് ആലോചിക്കുന്നു. പക്ഷെ എപ്പോഴാണേലും ഡ്യൂട്ടി ആയിട്ട് അഡ്ജസ്റ്റ് ആവത്തില്ലായിരുന്നു. 3 പേരുടെയും പല ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഒന്ന് ഒത്തു വന്നത്. അപ്പം എന്താണെങ്കിൽ കണ്ടപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ പറയുന്നതെല്ലാം ചെയ്യും കേട്ടോ, ഒരു മടിയൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നേരം സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒത്തിരി സംസാരിക്കും, വിശേഷങ്ങൾ പറയും ഒക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് ഞാൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്, എരിവില്ലാണ്ട് ഉണ്ടാക്കി. അപ്പം എരിവ് പാടില്ലാന്നേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ എന്ത് കൊടുത്താലും അവൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടമാണ്. സാധാരണ ദോശയോ ഇഡ്ഡലിയോ ഇടിയപ്പം ചപ്പാത്തി എല്ലാം കഴിക്കും കേട്ടോ, അങ്ങനെ മടിയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലം പറിക്കാൻ പോയി. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പ്ലമ്മൊക്കെ പറിച്ചു കേട്ടോ. പ്ലമ്മൊക്കെ പറിച്ച് കുറേ കഴിച്ചു. ഞങ്ങൾ ചുമ്മാ അവളെ പറ്റിച്ചു ഉപ്പൊക്കെ ചേർത്ത് കഴിക്കുന്നത്. പക്ഷെ ഉപ്പിട്ട് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലായിരുന്നു. നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾ ടാറ്റയൊക്കെ പറഞ്ഞു പോയേ. ഇനി ഇത്രയും താമസിക്കില്ല, അടുത്ത പ്രാവശ്യം വേഗം വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പോയപ്പോൾ ഒരു വിഷമമായിരുന്നു. അടുത്ത വീഡിയോ കാണാട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.